സിനിമാ മേഖലയിലെ ലൈംഗികാരോപണത്തിൽ മുകേഷ്, മണിയൻ പിള്ള രാജു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി എന്താകും? ഇവർ സമർപ്പിച്ച ഹർജിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം തുടരും. ഇടവേള ബാബു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അതേസമയം നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ കേസുകളിൽ ഉടൻ അറസ്റ്റില്ലെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. കോടതി നടപടികൾ ഉൾപ്പെടെ പരിഗണിച്ചായിരിക്കും ചോദ്യം ചെയ്യലും ഉണ്ടാവുക. എറണാകുളത്തെ യുവനടിയുടെ പരാതിയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ഇപ്പോൾ കോടതിയിൽ നടപടികൾ തുടരുകയാണ്. നടന്മാരായ മുകേഷും അതോടൊപ്പം തന്നെ മണിയൻ പിള്ള രാജുവും അഭിഭാഷകനായ VS ചന്ദ്രശേഖരും സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നു. വാദങ്ങൾക്കു ശേഷം അത് തുടർവാദത്തിനായി അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടവേള ബാബുവും മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അതും പരിഗണിക്കും. നടൻ സിദ്ദിഖും മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹൈക്കോടതി വരും ദിവസങ്ങളിൽ അതിലുള്ള നടപടികൾ തുടരുകയും ചെയ്യും. നടൻ മുകേഷ് ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് ചില ഡിജിറ്റൽ തെളിവുകൾ കോടതി മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ മുഖേന സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇത് ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നിട്ടുള്ളതെന്നും അത് തെളിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും നേരത്തെയും മുകേഷ് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിൽ അഭിഭാഷകനെ അദ്ദേഹം കാണുകയും ഈ രേഖകളും തെളിവുകളുമെല്ലാം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കോടതിക്ക് ഇന്ന് സീൽ ചെയ്ത കവറിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലുള്ള വാദങ്ങളിൽ അത് ഒരു പ്രധാനപ്പെട്ട തെളിവാകുമെന്നാണ് മുകേഷിൻ്റെ അഭിഭാഷകൻ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് കോടതിയെ സമീപിച്ചവരും ഇത് ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്ന രീതിയിലാണ് കോടതിയിൽ വാദമുഖങ്ങൾ നിരത്തിയത്. എന്തായാലും അതിൽ വലിയ ദീർഘനേരം തന്നെ വാദങ്ങൾ നീണ്ടുനിന്നു. ഇതിനെ ശക്തമായ രീതിയിൽ തന്നെയാണ് സർക്കാർ എതിർത്തത്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും വാദിച്ചത്. എന്തായാലും വാദങ്ങൾ വരും ദിവസങ്ങളിലും തന്നെ തുടരുകയും ചെയ്യും. സിദ്ദിഖും ഇതേ രീതിയിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഗൂഢാലോചന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ പരാതി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നടി പിന്നീട് അതുമായി മുന്നോട്ട് പോകാത്തത് എന്തുകൊണ്ടായിരുന്നുവെന്നും ഇതിൽ വ്യക്തമായ രീതിയിൽ തന്നെ തേജോവധം ചെയ്യാനുള്ളൊരു ഗൂഢാലോചനയാണ് ഈ രീതിയിലുള്ളതെന്നുമാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം സമർപ്പിച്ച ഹർജിയിലടക്കം മുൻകൂർ ജാമ്യ ഹർജിയിലടക്കം പറയുകയും ചെയ്യുന്നത്. അതേസമയം അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അത് പ്രകാരം ഇന്ന് തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിൽ നടിയുടെ രഹസ്യമൊഴി ജയസൂര്യക്കെതിരായ കേസിൽ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ട പരാതിയിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ പരാതി ഉയർന്നു വന്നിട്ടുള്ള നടന്മാരെ അടക്കം ആരെയും തന്നെ ഉടനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്കല്ല, ഉടനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG പൂങ്കുഴലി പറഞ്ഞത്. ഇതിൽ സാവകാശമുണ്ടാകും, കാരണം വ്യക്തമായ കാര്യങ്ങളും രേഖകളും പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് പൂങ്കുഴലി പ്രതികരിച്ചത്. ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞെന്ന് പറയാം. ഇനി അടുത്തുള്ള കുറെ പഴയ കേസായതുകൊണ്ട് ഒരുപാട് അന്വേഷിക്കേണ്ടതുണ്ട്. കുറെ മൊഴികളും കുറെ സാക്ഷികളും എല്ലാം എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അല്ല, ഇപ്പോൾ കേസ് കോടതിയിലുള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിന് കോടതിയിൽ എന്ത് പറയുന്നുണ്ടതനുസരിച്ചായിരിക്കും അടുത്ത് ചെയ്യുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തു വന്ന വസ്തുതകൾ, അതിനുശേഷം വന്ന വെളിപ്പെടുത്തലുകൾ, ഇതിൽ തുടർന്നുണ്ടായ പരാതികൾ, ഇതിലെല്ലാം തന്നെ സമഗ്രമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയും ചെയ്യും.